ശരി. പലയിടത്തും ലീഡ് തന്നെ മാറി മറിയുമ്പോ കായംകുളത്തേക്ക് നോക്കൂ. UDF 423 വോട്ടിൽ ലീഡ് ചെയ്യുന്നു. പ്രതിഭയേക്കാൾ UDF ലീഡ് ചെയ്യുന്നത് 423 വോട്ടുകൾക്കാണ്. ചെങ്ങന്നൂരിൽ പക്ഷേ LDF ലീഡ് ചെയ്യുന്നു. അരൂരിൽ LDF അവരുടെ ലീഡ് തിരിച്ചെടുത്തിരിക്കുകയാണ്. ഷാനിമോൾ ഉസ്മാനേക്കാൾ 149 വോട്ടിന് LDF ലീഡ്. പാലക്കാട് ജില്ലയിലെ കോങ്ങാട്ട് UDF മുന്നേറ്റം. UDF 1283 വോട്ടിന് മുന്നിലാണ്. പാലക്കാട്ടും തൃശൂരും എന്തെങ്കിലും കാസർകോട്ടെ UDF സ്ഥാനാർത്ഥിക്ക് 4177 വോട്ടിന് ലീഡ്. കളമശ്ശേരിയിൽ ലീഡ് ഉയർത്തിയിരിക്കുന്നു. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോലയിൽ സേനാപതി വേണു 3154 വോട്ടിന്റെ ലീഡാണ് ഇപ്പോൾ നിലനിർത്തുന്നത്. കളമശ്ശേരിയിൽ P രാജീവിനെതിരെ UDF സ്ഥാനാർത്ഥി 650 വോട്ടിന് ലീഡ് ചെയ്യുന്നു. ആദ്യത്തെ റൗണ്ട് പിന്നിടുമ്പോൾ വളരെ 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 ശ്രദ്ധേയമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഫല സൂചനകൾ പുറത്തേക്ക് വരുന്നു, കണക്കുകൾ പുറത്തേക്ക് വരുന്നു. കളമശ്ശേരിയിൽ ഇടുക്കി ജില്ല സമ്പൂർണ്ണമായി UDFിലേക്ക് പോവുകയാണ്. ഉടുമ്പൻചോല, ദേവികുളം, തൊടുപുഴ, പീരുമേട് തുടങ്ങിയ എല്ലാ മണ്ഡലങ്ങളിലും UDFിന്റെ ആധിപത്യമാണ് ഇടുക്കി ജില്ലയിൽ നാം കാണുന്നത്. വടക്കാഞ്ചേരിയിൽ, തൃശൂർ ജില്ല വടക്കാഞ്ചേരിയിൽ കളമശ്ശേരിയിലെ ഈ പോക്ക് എന്ന് പറയുന്നത് വളരെ 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 ക്രമാനുഗതമായ ഒരു വളർച്ചയിലേക്ക് സഞ്ചരിക്കുകയാണോ, അതോ ഇനി എണ്ണി വരുമ്പോ വീണ്ടും രാജീവ് മുന്നിൽ വരാൻ കഴിയും വിധത്തിലുള്ള രാഷ്ട്രീയ ആഭിമുഖ്യമുള്ള റൗണ്ടുകൾ വേറെ കിടക്കുന്നുണ്ടോ? ആദ്യം എണ്ണുന്നത് UDFിന്റെ ശക്തികേന്ദ്രം തന്നെയാണ്. കരിമാലൂര്, കുന്നുകര ഉൾപ്പെടെയുള്ള ശക്തികേന്ദ്രം തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ 2021 കളമശ്ശേരിയിൽ രാജീവ് അവിടേക്ക് ലീഡ് നിലനിർത്തിയിരുന്നു. കരിമാലൂരിലെ ആദ്യ റൗണ്ട് കരിമാലൂർ പഞ്ചായത്ത് ഉൾപ്പെടെയാണ്. അവിടെ 650 വോട്ടിന് ഇത്തവണ ഗഫൂർ ലീഡ് ചെയ്യുന്നു. കഴിഞ്ഞ തവണ അവിടെ P രാജീവ് 1988 വോട്ടിന് കഴിഞ്ഞ തവണ ഈ ആദ്യ റൗണ്ടിൽ ലീഡ് ചെയ്തിരുന്നു. അതായത് തുടക്കം തന്നെ P രാജീവ് പിന്നിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കഴിഞ്ഞ തവണ എല്ലാ തവണയും ലീഡ് നിലനിർത്തിയിരുന്നു. പക്ഷേ ഈ തവണ കാര്യങ്ങൾ അത്ര വിവരങ്ങൾ നൽകുന്നത്.